ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എക്സൈസ് ഇൻസ്പെക്ടറിന്റെ ഇന്ന് നടന്നിട്ടുള്ള എക്സൈസ് ഇൻസ്പെക്ടറിന്റെ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം നോക്കാം. ഇൻ വിച്ച് പാർട്ട് ഓഫ് ദി സെന്റൻസ് ഇസ് ദ മിസ്റ്റേക്ക്? ഇവിടെ ഓരോ സെന്റൻസുകൾ കൊടുത്തിട്ടുണ്ട്, ഓരോ സെന്റൻസിന്റെ പാർട്സ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് എവിടെയാണ് മിസ്റ്റേക്ക് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. ആദ്യത്തെ നോക്കാം. വുഡ് ഹാവ് ലുക്ക് ലൈക്ക് മീ. എന്നെ പോലെ ഇരിക്കുമായിരുന്നു അല്ലെ? വുഡ് ഹാവ് ലുക്ക് ലൈക്ക് മീ. ഇവിടെ നോക്കിയേ, വുഡ് ഉണ്ട്, പിന്നെ ഹാവ് ഉണ്ട്. അപ്പോൾ വുഡും ഹാവിന് ശേഷം V3 ഫോം ഓഫ് ദി വെർബ് അല്ലെ? V3 ഫോം ഓഫ് ദി വെർബ് ആയിട്ടുള്ള ലുക്ക്ഡും ഉണ്ട്. നമുക്കറിയാം ലുക്കിന്റെ പാസ്റ്റ് ടെൻസ് ലുക്ക്ഡ് ആണ് V2. അതിന്റെ V3 ഫോം എന്ന് പറഞ്ഞാലും ലുക്ക്ഡ് തന്നെ അല്ലെ? അപ്പൊ ഇവിടെ പ്രത്യേകിച്ച് മിസ്റ്റേക്ക് ഒന്നുമില്ല. ഇനി നമുക്ക് അടുത്ത പോർഷൻ നോക്കാം. വേർ വി ഹാവ് അപ്ലൈയിങ്, ഇത് ശരിയാണോ? വേർ വി ഹാവ് അപ്ലൈയിങ് എന്ന് പറയോ? ഒന്നല്ലെങ്കിൽ വേർ വി ഹാവ് അപ്ലൈഡ് എന്ന് പറയും അല്ലെ? അപ്ലൈഡ്, അതായത് ഹാസ് ഹാവ് ഹാഡിന് ശേഷം V3 ഫോം ഓഫ് ദി വെർബ് യൂസ് ചെയ്യണം അല്ലെ? V3 ഫോം ഓഫ് ദി വെർബാണ് യൂസ് ചെയ്യുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ വേർ വി ഹാവ് അപ്ലൈഡ് എന്ന് പറയാം. അല്ലെങ്കിൽ എന്താ പറയാ? വേർ വി ഹാവിന് ശേഷം ബീൻ ഉണ്ടെങ്കിൽ ഓക്കെ ആണ് അല്ലെ? വേർ വി ഹാവ് ബീൻ അപ്ലൈയിങ് എന്നൊക്കെ പറഞ്ഞ കറക്റ്റ് ആണ്. മനസ്സിലായോ? അപ്പൊ ഇത് തെറ്റാണ് കേട്ടോ. ഇനി അടുത്ത പോർഷൻ, ഐ വാസ് മിസ്റ്റേക്കൺ, കറക്റ്റ് ആണ് അല്ലെ? ഐ വാസ് മിസ്റ്റേക്കൺ ശരിയാണ്. ഐ ലെറ്റ് യു സീ എ പ്രൂഫ് ഓഫ് ഇറ്റ്, അതും കറക്റ്റ് ആണ്. ഓക്കെ, ലെറ്റ് യു സീ എ പ്രൂഫ് ഓഫ് ഇറ്റ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് വേർഡ്സ് ഇസ് റോങ്ലി സ്പെൽഡ്? തെറ്റായിട്ടുള്ള സ്പെല്ലിംഗ് ഏതിൻ്റെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബ്രൂട്ടലിന്റെ സ്പെല്ലിംഗ് എന്താ? BRUTAL, കറക്റ്റ് ആണ് അല്ലെ? ബ്രൂട്ടൽ എന്ന് പറഞ്ഞാൽ എന്താ? ഭയാനകമായിട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ്. അടുത്തത് സൾഫൈഡ്. നമ്മുടെ കെമിസ്ട്രിയിലൊക്കെ നമ്മൾ പഠിക്കുന്ന ഒരു വാക്കാണ് സൾഫൈഡ് ഓർസ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അപ്പൊ സൾഫൈഡ് കറക്റ്റ് ആണ്. ഇവിടെ നോക്കിയേ, ഇൻട്രപ്റ്റഡ് ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇൻട്രപ്റ്റഡിന്റെ സ്പെല്ലിംഗ് എന്താ വരിക? ഇവിടെ INTERRU ആണ് വരിക. ഇ അല്ല, യു ആണ്. ഓക്കെ, UPTED ആണ് കേട്ടോ, ഇൻട്രപ്റ്റഡ്. ഓക്കെ, തടസ്സപ്പെടുത്തുക എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പൊ ഇതാണ് ഇവിടുത്തെ മിസ്റ്റേക്ക്. പ്രോസസ്സ് കറക്റ്റ് ആണ് അല്ലെ? ഇനി അടുത്ത ചോദ്യം നോക്കാം. നെക്സ്റ്റ് വൺ ഹു ഡീൽസ് ഇൻ ക്ലോത്ത്സ് ആൻഡ് ക്ലോത്ത് ഗുഡ്സ്. അതിനെ നമ്മൾ എന്താ പറയാ? ഫ്ലോറിസ്റ്റ് എന്നാണോ? അല്ല, ഫ്ലോറിസ്റ്റ് എന്താ? പൂക്കാരൻ അല്ലെങ്കിൽ പൂക്കച്ചവടക്കാരൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് ഫ്ലോറിസ്റ്റ്. അപ്പൊ ഇതല്ല. സാച്ചൽ എന്ന് പറഞ്ഞാൽ എന്താ? സാച്ചൽ എന്ന് പറഞ്ഞാൽ സഞ്ചി എന്നൊക്കെ ഒരു മീനിങ് ആണ്. ഈ സ്ട്രാപ്പുള്ള സഞ്ചി ഇല്ലേ, സാച്ചൽ, സഞ്ചി എന്ന് ഓർക്കുക. അപ്പൊ ഇതുമല്ല. ഡ്രേപ്പർ ആണ് നമ്മൾ പറയാ കേട്ടോ. വൺ ഹു ഡീൽസ് ഇൻ ക്ലോത്ത്സ് ആൻഡ് ക്ലോത്ത് ഗുഡ്സ്. ഇങ്ങനെ നടന്നുകൊണ്ട് തുണി വിൽക്കുന്ന ആൾക്കാരെയൊക്കെയാണ് നമ്മൾ ഡ്രേപ്പർ എന്ന് പറയാ. ഈ ക്ലോത്ത്സ് ഒക്കെ നമ്മൾ ഇങ്ങനെ ഡ്രേപ്പ് ചെയ്തൊക്കെ വെക്കില്ലേ, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അടുത്തത് വാർഡ്രോബ് ആണ്. വാർഡ്രോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അലമാര, വസ്ത്രം ശേഖരിക്കുന്ന ഒരു സ്ഥലം എന്നുള്ള ഒരു മീനിങ് ആണ് വാർഡ്രോബ്. ഓക്കെ, കിട്ടിയോ? അപ്പൊ ഫ്ലോറിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓർത്ത് വെച്ചേക്ക, പൂക്കച്ചവടക്കാരൻ. സാച്ചൽ എന്ന് പറഞ്ഞാൽ സഞ്ചി, ഒരേപോലെ അല്ല, സാച്ചൽ, സഞ്ചി. അപ്പൊ ഓർത്ത് വെച്ചേക്ക, ഫ്ലോറിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂക്കച്ചവടക്കാരൻ, സാച്ചൽ എന്ന് പറഞ്ഞാൽ സഞ്ചി, ഒരേപോലെ തോന്നുന്നില്ലേ? സ്ട്രാപ്പുള്ള സഞ്ചി കേട്ടോ. ഡ്രേപ്പർ നമ്മൾ പഠിച്ചു. വാർഡ്രോബ് എന്ന് പറഞ്ഞാൽ അലമാര എന്നുള്ളൊരു മീനിങ് ആണ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് ദ ഇഡിയം പുൾ യോർ സെൽഫ് ടുഗെദർ എന്ന് പറഞ്ഞാൽ എന്താ? പുൾ യോർ സെൽഫ് ടുഗെദർ എന്ന് പറഞ്ഞാൽ ടു കാം ഡൗൺ ആണ്. കാം ആയിട്ടിരിക്കുക, അതായത് നമ്മുടെ ഇമോഷൻസ് ഒക്കെ നമ്മൾ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് കാം ആയിട്ടിരിക്കുക എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. പുൾ യോർ സെൽഫ് ടുഗെദർ, നമ്മുടെ ഇമോഷൻസ് ഒക്കെ നമ്മളിങ്ങനെ പിടിച്ചമർത്തി കൺട്രോൾ ചെയ്തിരിക്കുക എന്നുള്ളൊരു മീനിങ് ആണ് പുൾ യോർ സെൽഫ് ടുഗെദർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് വി ഹാഡ് ഫോളോഡ് ദി ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഇൻക്രീസിംഗ് കോവിഡ് കേസസ് ഡാഷ് വെൽ, എന്തായിരിക്കും ആൻസർ വരിക? വുഡ് ഹാവ് ഡിക്രീസ് ആണോ? വുഡ് ഹാവ് ഡിക്രീസ്ഡ് ആണോ? വുഡ് ഹാവ് ബീൻ ഡിക്രീസ്ഡ് ആണോ? വുഡ് ഹാവ് ബി ഡിക്രീസ്ഡ് ആണോ? ആൻസർ ഇവിടെ ഹാഡ് ഉണ്ട്, പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ് ഉണ്ട് അല്ലെ? V3 ഫോം എന്ന് പറഞ്ഞാൽ ഫോളോന്റെ ഫോളോഡ്. V3 എന്ന് പറഞ്ഞാൽ ഫോളോഡ് ആണ് വരുന്നത്. അപ്പൊ നമ്മുടെ ഇഫ് ക്ലോസിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ, എന്താ? ഹാഡ് പ്ലസ് V3 ഫോം ഉണ്ടെങ്കിൽ മറ്റേ ഭാഗത്ത് എന്തായിരിക്കും വരിക? ഒരു വുഡും ഉണ്ടാവും, ഹാവും ഉണ്ടാവും, V3 ഫോമും ഉണ്ടാവും അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ വുഡ് ഹാവ് ഡിക്രീസ് എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം എന്തായാലും V3 ഫോം ഉണ്ടാവും അല്ലെ? ഡിക്രീസ്ഡേ വരുള്ളൂ. അപ്പൊ ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. പിന്നെ ഇവിടെ ആണെങ്കിലും ഇവിടെ വുഡ് ഹാവ് ബി ഡിക്രീസ്ഡ്, അപ്പൊ ഹാവിന് ശേഷം ബീനെ വരുള്ളൂ. അപ്പൊ എന്തായാലും ഇതും തെറ്റാണ് കേട്ടോ. നോക്കിയേ, വുഡ് ഹാവ് ഡിക്രീസ്ഡ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ വേറൊരു ഓപ്ഷനും കൂടി ഉണ്ട്, വുഡ് ഹാവ് ബീൻ ഡിക്രീസ്ഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ വുഡ് ഹാവ് ബീൻ ഡിക്രീസ്ഡ് ആണെങ്കിൽ അത് പാസീവ് ആയിട്ട് വരും. ഈ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത് ആക്റ്റീവിലല്ലേ, അപ്പൊ അതുകൊണ്ട് തന്നെ വുഡ് ഹാവ് ഡിക്രീസ്ഡ് ആണ് നമ്മുടെ ആൻസർ. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? വുഡ് ഹാവ് ഡിക്രീസ്ഡ് ആണ്. ഓക്കെ, അപ്പൊ ആക്റ്റീവ് പാസീവിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ് കാണാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. റഹൂഫ് ഹാഡ് വർക്ക് ഫോർ 1 year in Bangalore before he dash here. അപ്പോൾ ഒരു സെന്റൻസിനകത്ത് രണ്ട് ഭാഗങ്ങളുണ്ട്, രണ്ടും പാസ്റ്റ് ആണെങ്കിൽ
അതിൽ ഏറ്റവും മുമ്പ് നടന്നിട്ടുള്ള കാര്യം നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയും അല്ലെ, ഹാഡ് പ്ലസ് V3 ഫോം ഓഫ് ദി വെർബിൽ പറയും. അതിനുശേഷം നടക്കുന്ന കാര്യം നമ്മൾ എന്താ പറയാ, V2 ഫോമിൽ പറയും, അതായത് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ പറയും അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കെയും ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരാം. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, ഇതെല്ലാം സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കിയേ, ഷീജ ആൻഡ് രവി ആർ വെരി ഗുഡ് ഫ്രണ്ട്സ് ഡാഷ്. ക്വസ്റ്റ്യൻ ടാഗ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഷീജ ആൻഡ് രവി ആർ വെരി ഗുഡ് ഫ്രണ്ട്സ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഭാഗം പോസിറ്റീവ് ആണ്. അപ്പൊ ഈ ഒരു ഭാഗം എങ്ങനെയായിരിക്കണം, നെഗറ്റീവ് ആയിരിക്കണം. അപ്പൊ നമുക്ക് ഇതെടുത്ത് മാറ്റാം. പിന്നെ ആദ്യം വരുന്ന ഓക്സിലറി വെർബ് ഏതാ, ആറാണ് അല്ലെ. അപ്പൊ നെഗറ്റീവ് ആക്കണമെങ്കിൽ നമ്മൾ അതിന്റെ ഒപ്പം ഒരു നോട്ടും കൂടെ ചേർത്തിട്ട് പറയാം അല്ലെ. ആറിൻറ്റ് ദേ ആണ് വരിക, രണ്ടുപേരില്ലേ. അപ്പൊ ആറിൻ ദേ ആണ് നമ്മുടെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൈ ഫ്രണ്ട് ഇസ് ഫോർച്ചുനേറ്റ് ഡാഷ് വിന്നിങ് എ ലോട്ടറി വർത്ത് 1 crore rupees. അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള പ്രപ്പോസിഷൻ ഏതാ വരിക, മൈ ഫ്രണ്ട് ഇസ് ഫോർച്ചുനേറ്റ് ഇൻ ആണ് കേട്ടോ. മൈ ഫ്രണ്ട് ഇസ് ഫോർച്ചുനേറ്റ് ഇൻ വിന്നിങ് എ ലോട്ടറി വർത്ത് 1 crore rupees. അപ്പൊ നമ്മളുണ്ടല്ലോ ഫോർച്ചുനേറ്റ് ഇൻ ഹാവിംഗ് എന്നുള്ള രീതിയിലാണ് പറയാ. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഐ വാസ് ഫോർച്ചുനേറ്റ് ഇൻ ഹാവിംഗ് എ ഗുഡ് ടീച്ചർ. ഓക്കെ, അപ്പൊ അതേപോലെ ഐ വാസ് ഫോർച്ചുനേറ്റ് ഇൻ ഹാവിംഗ് എന്ന് പറയുന്ന പോലെ തന്നെ മൈ ഫ്രണ്ട് ഇസ് ഫോർച്ചുനേറ്റ് ഇൻ വിന്നിങ് എ ലോട്ടറി വർത്ത് 1 crore rupees. മനസ്സിലായോ? അതുപോലെ തന്നെ ഫോർച്ചുനേറ്റിന്റെ ഒപ്പം യൂസ് ചെയ്യുന്ന വേറൊരു പ്രപ്പോസിഷൻ ആണ് എന്താ, ടു നമ്മൾ പറയാറുണ്ട്. ഫോർച്ചുനേറ്റ് ടു ഡു സംതിങ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ ഹാവ് ബീൻ ഫോർച്ചുനേറ്റ് ഇനഫ് ടു വിസിറ്റ് മെനി പാർട്സ് ഓഫ് ദി വേൾഡ്. അങ്ങനെ നമ്മൾ പറയും കേട്ടോ. പക്ഷെ മെജോറിറ്റി കേസിലും നമ്മൾ ഫോർച്ചുനേറ്റ് ഇൻ തന്നെയാണ് യൂസ് ചെയ്യുക, പ്രത്യേകിച്ച് ING ഫോം വരുമ്പോൾ. ഓക്കെ, ഇനി അടുത്ത വാക്ക്, സെലക്ട് ദി കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. നെവർ ദ ലെസ്. നമ്മൾ അങ്ങനെ തന്നെ പറഞ്ഞു പഠിക്കുക, നെവർ ദ ലെസ് അല്ലെ. അപ്പൊ നെവർ ഉണ്ട്, ദ ഉണ്ട്, ലെസ് ഉണ്ട്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. നെവർ ദ ലെസ് എന്ന് പറഞ്ഞാൽ എന്താ, എന്നിരുന്നാലും എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ, നെവർ ദ ലെസ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, നമ്മുടെ ലാസ്റ്റ് വൺ, ചൂസ് ദി വേർഡ് വിച്ച് ബെസ്റ്റ് എക്സ്പ്രസസ് ദ മീനിങ് ഓഫ് ദി വേർഡ് ടെറിബിൾ. ടെറിബിൾ എന്ന് പറഞ്ഞാൽ ഭയാനകമായിട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത്. ഓക്കെ, റാഗിങ് എന്ന് പറഞ്ഞാൽ എന്താ, റാഗിങ് എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടുക, കോപിക്കുക, ആംഗ്രി ആവുക എന്നൊക്കെ ഒരു മീനിങ് ആണ് റാഗിങ്. ഡ്രെഡ്ഫുൾ എന്ന് പറയുന്നതാണ് നമ്മുടെ ആൻസർ കേട്ടോ. ഡ്രെഡ്ഫുൾ എന്ന് പറഞ്ഞാൽ മാരകമായിട്ടുള്ള അങ്ങനെ ഒരു മീനിങ് തന്നെയാണ് വരുന്നത്, ഡ്രെഡ്ഫുൾ. ഓക്കെ, ഇൻകേഴ്സീവ് എന്ന് പറഞ്ഞാൽ അഗ്രസീവ് ആവുക, അതായത് കടന്നു കയറുക, അഗ്രസീവ് ആവുക, നമ്മൾ അറ്റാക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ ഒരു മീനിങ് ആണ് ഇൻകേഴ്സീവ്. ഓക്കെ, ഇൻകേഴ്സീവ്. ഡാംഗ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഹാങ്ങിങ് എന്നുള്ളൊരു മീനിങ് ആണ്, തൂക്കിയിടുക എന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ ഡാംഗ്ലിംഗ്. ഓക്കെ, അപ്പം ഇവിടുത്തെ ആൻസർ എന്താ വരിക, ഡ്രെഡ്ഫുൾ ആണ്. ഡ്രെഡ്ഫുൾ എന്ന് പറഞ്ഞാൽ മാരകമായിട്ടുള്ള, ടെറിബിൾ എന്ന് പറഞ്ഞാൽ ഭയാനകമായിട്ടുള്ള. ഓക്കെ, കിട്ടിയോ എല്ലാവർക്കും? ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതേപോലെ തന്നെ ഇന്ന് രാത്രി നമ്മുടെ വൊക്കാബുലറിയുടെ ഇംഗ്ലീഷിന്റെ ക്ലാസ് കാണാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസിൽ ഓൾ കൊടുക്കാൻ മറക്കണ്ട. അതേപോലെ തന്നെ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.